അതില് കോട്ടയം ചിങ്ങവനത്ത് നിന്നാണ് ഈ ആതിരയെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിലെ പ്രതി പിടിയിലായിട്ടുള്ളത്. ഇവരുടെ ഇൻസ്റ്റഗ്രാം സുഹൃത്തും കൊല്ലം ദളവാപുരം സ്വദേശിയുമായിട്ടുള്ള ജോൺസണെയാണ് പോലീസ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്. ഈ ആത്മഹത്യക്ക് ശ്രമിച്ച അല്ലെങ്കിൽ വിഷം എന്തോ കഴിച്ചതായി വിവരം ലഭിച്ചതിനെ തുടർന്ന് ഇപ്പോൾ ജോൺസനെ കോട്ടയത്തുള്ള മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അന്വേഷണ സംഘം തിരുവനന്തപുരത്ത് നിന്ന് കഠിനംകുളം പോലീസ് ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്നും കോട്ടയത്തേക്ക് പുറപ്പെട്ടിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം. ഈ പ്രതി വിഷം കഴിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചതായാണ് പോലീസ് ഇപ്പോൾ പറയുന്ന വിവരം എന്ന് പറയുന്നത്. ഈ പ്രതിയുടെ ആരോഗ്യനില ഇപ്പോൾ ഗുരുതരാവസ്ഥയിലാണ് തുടരുന്നതെന്നും ഈ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണെന്നും വിവരം ലഭിക്കുന്നുണ്ട്. ഈ പ്രതിയായിട്ടുള്ള ജോൺസൺ മുൻപ് ജോലി ചെയ്തിരുന്ന ഹോം സ്റ്റേയിൽ നിന്നാണ് ഇയാളെ പിടികൂടിയതെന്നാണ് പുറത്തു വരുന്ന വിവരം അനുസരിച്ച്. ഇവിടെ ഉണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ സാധനങ്ങളൊക്കെ എടുക്കാൻ എത്തിയതായിരുന്നു പ്രതി. പോലീസ് പിടിച്ചതിന് ശേഷമാണ് ഇയാൾ താൻ വിഷം കഴിച്ചിട്ടുണ്ട് എന്ന് പോലീസിനോട് വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത്. തുടർന്നാണ് പോലീസ് പരിശോധനയ്ക്കായി കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് ഇയാളെ മാറ്റിയിട്ടുണ്ടായിരുന്നത്. ഏകദേശം ഒരു വർഷക്കാലമായി കൊല്ലപ്പെട്ട ആതിരയും ജോൺസണും തമ്മിൽ ആയിരുന്നു എന്നായിരുന്നു പോലീസ് അടക്കം കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. കൂടാതെ തന്നെ ഇയാൾക്ക് കൊല്ലപ്പെട്ട യുവതിയുമായി സാമ്പത്തിക ഇടപാടുണ്ടായിരുന്നു. 1,00,000-ഓളം രൂപ ഈ യുവതി ജോൺസന് നൽകിയിരുന്നു. കൂടാതെ തന്നെ ഈ കൃത്യത്തിന് 3 ദിവസം മുൻപ് 2,500 രൂപ കൂടി ജോൺസൺ യുവതിയുടെ പക്കൽ നിന്ന് വാങ്ങിയിരുന്നു എന്നടക്കം പോലീസ് നേരത്തെ കണ്ടെത്തിയിരുന്നു. കൊലപാതകത്തിന് ശേഷം ഇയാൾ ഒളിവിൽ പോവുകയായിരുന്നു. തുടർന്ന് പോലീസ് വലിയ രീതിയിലുള്ള അന്വേഷണമെല്ലാം തന്നെ നടത്തിയിരുന്നു. തുടർന്നാണ് ഇന്ന് കോട്ടയത്ത് നിന്നിപ്പോൾ ഇയാളെ പിടികൂടിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം രാവിലെ 11:30 വെഞ്ഞാറമൂട് സ്വദേശിയായിട്ടുള്ള ആതിരയെ വീട്ടിൽ കഴുത്തറുത്ത് കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. എന്തായാലും കേസിൽ ഇപ്പോൾ പ്രതി പിടിയിലായിരിക്കുകയാണ്. കോട്ടയത്ത് നിന്നുമാണ് പിടിയിലായിരിക്കുന്നത്.